നമ്മളിപ്പം ഡേറ്റ എന്ന് പറയുന്ന സെക്ഷനിലാണ് നിൽക്കുന്നത്. നമ്മൾ സോർട്ടിങ് കണ്ടു, ഫിൽട്ടർ കണ്ടു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതാണ്. ഇത് നമുക്ക് പലപ്പോഴും ഒരു അഡ്വാൻറ്റേജ് ആണ്. അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടുപിടിക്കാനും റിമൂവ് ചെയ്യേണ്ടതും പലപ്പോഴും ആവശ്യം വരും. ഉദാഹരണത്തിന് ഇതിപ്പോൾ ഒരു ലിസ്റ്റാണ്, നമ്മൾ പഠിച്ചു. ഇപ്പോൾ ഈ ലിസ്റ്റിൽ ആളുകളുടെ പേരാണുള്ളത്. നമ്മളിത് മാനുവലി ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നമുക്ക് അബദ്ധം കൊണ്ട് ചിലപ്പോൾ ഈ മാനുവൽ ക്രിയേഷനിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സരിൻ കുമാർ എന്ന് പറയുന്ന വ്യക്തി, ഞാൻ അബദ്ധവശ വന്നതുപോലെ ഇവിടെ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയാണ്, സരിൻ കുമാർ. ഓക്കെ, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ നാട് തിരുവനന്തപുരം. നമുക്ക് ബാക്കി ഡേറ്റയൊക്കെ ഇങ്ങ് കോപ്പി എടുക്കാം. സരിൻ കുമാറിൻ്റെ ഇത് ഇത്രയും സാധനമാണ്. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോൾ ഈ സരിൻ കുമാർ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റാണ്, നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം മാനുവലി എൻ്റർ ചെയ്തപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ എൻ്റർ ആയി. അപ്പോൾ ഒരു 1000 ഓഫ് റെക്കോർഡുള്ള ഒരു ഡേറ്റയിൽ ഇതുപോലെ നിങ്ങൾക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി ഉണ്ടെങ്കിൽ, നമ്മൾ ഒരു മെത്തേഡ് കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടായിരുന്നു, കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ആണ്. അതിന് ഉദാഹരണത്തിന് നമ്മൾ കണ്ടായിരുന്നു, ഇപ്പോൾ എ കോളം സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട് ഇത്രയും ഡ്യൂപ്ലിക്കേറ്റാണ്. പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുണ്ട്. ഇത് ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡ്യൂപ്ലിക്കേറ്റുമേ കാണിക്കത്തുള്ളൂ. പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് തെറ്റുപറ്റിയോ ഇല്ലയെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തെറ്റുപറ്റിയ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ, എക്സാക്ട് വാല്യൂകൾ കിട്ടണമല്ലോ. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സരിൻ കുമാറിൻ്റെ ഇതുപോലുള്ളത്, ഇവിടെ ഒരു സരിൻ കുമാറുണ്ട്, ഇവിടെ ഒരു സരിൻ കുമാറുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എക്സാക്ട്ലി സെയിം ആണ്, അതുകൊണ്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ. പക്ഷേ ഒരു 1000 ഓഫ് റെക്കോർഡിനകത്ത് ഇത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പാടാം. അങ്ങനെയുള്ള കേസിൽ നിങ്ങൾ ഡേറ്റയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫംഗ്ഷനുണ്ട്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ചോദിക്കുകയാണ് ഏത് കോളത്തിലാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും സെലക്റ്റഡ് ആയിരിക്കുന്നുണ്ടോ. ഇനി ഈ കോളങ്ങൾ വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അൺചെക്ക് ചെയ്യാം. ഓക്കെ, പക്ഷേ എനിക്കിതെല്ലാം വേണം. എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം എനിക്ക് ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കാൻ. പക്ഷേ അതല്ല, എനിക്ക് നെയിം മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുള്ളൂ? അൺചെക്ക് ഓൾ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഇത് മൂന്നും ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് മൂന്നും ചെക്ക് ചെയ്താൽ നമ്മുടെ കേസിൽ സെയിം ആണ്, സരിൻ കുമാർ. നമുക്ക് നോക്കാം, ഇത് മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ അടിക്കുക. ഇതുണ്ടാവും 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 17 യുണീക്ക് വാല്യൂസ് റിമെയിൻ. അപ്പം ഇനിയും സരിൻ കുമാറിനെ ഞാനിങ്ങോട്ടൊന്ന് കോപ്പി ചെയ്യുവാണ്. Ctrl+C, വീണ്ടും Ctrl+V, എന്നിട്ട് ഇവിടുത്തെ ഒരു വാല്യൂ മാത്രം ഞാൻ ചേഞ്ച് ചെയ്യുക. ഇത് യെസ് ആക്കി. അപ്പോൾ വ്യത്യാസം നിങ്ങൾ മനസ്സിലായ. സരിൻ കുമാറിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സരിൻ കുമാർ നോയും, പക്ഷേ ഇവിടെ യെസ്സുമാണ്. ഇനി നമ്മൾ വീണ്ടും പോയിട്ട് ഡ്യൂപ്ലിക്കേറ്റ്, റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു. ഇപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്തിട്ട് ഓക്കെ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നോ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട്. കാരണം നിങ്ങൾക്ക് പിടി കിട്ടിയോ? എല്ലാം ചെക്ക് ചെയ്തപ്പോൾ എല്ലാം ഈക്വലായിട്ട് വരുന്ന ഒരെണ്ണം കിട്ടുന്നില്ല. കാരണം ഇവിടെ ഈക്വൽ അല്ല. ഇവിടുത്തെ സരിൻ്റെ യെസ്സും ഇവിടുത്തെ സരിൻ്റേത് ഇവിടെ നോക്കിയാൽ നോയാണ്. പിടി കിട്ടിയോ? അപ്പോൾ ഇനി ഞാൻ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു കെമിസ്ട്രി കോളത്തെ മാത്രം നമുക്കൊന്ന് ഇഗ്നോർ ചെയ്ത് നോക്കാം. കെമിസ്ട്രി എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്താൽ റിമൂവ് ആകും. കാരണം ആ കോളം ചെക്ക് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് കേട്ടോ, 1 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ ഇതുപോലെ നിങ്ങളുടെ റെക്കോർഡിലുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ക്രൈറ്റീരിയം സെറ്റ് ചെയ്യാം. ഏത് കോളങ്ങളിലാണ് വാല്യൂസിന് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സ്പെസിഫൈ ചെയ്യാനും ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടും. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ എക്സൽ ഷീറ്റ് നിങ്ങൾക്ക് റിസോഴ്സസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം.